സുഹൃത്തുക്കളെ, അരിച്ചോട്ടോ, അരിച്ചോയ്ത്തിരിയാണേ. ഞാൻ ഇപ്പോൾ ചുണ്ടേന്ന് ഇങ്ങനെ വരുമ്പോൾ ആ പാലത്തുമ്പോൾ കുറേ വെള്ളം കെട്ടിക്കുന്നുണ്ട്. ആ സ്കൂളൊക്കെ തുറന്ന സ്ഥിതിക്ക് കുട്ടികൾക്ക് നടന്നു പോകാനേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരും ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നോട്, പാലം ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ വെള്ളമൊക്കെ ഇപ്പോൾ തുറന്നു വിടാൻ പോവാണ്. തുറന്നു വിട്ടതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം. അടക്കട്ടെ. അപ്പോൾ ഈ സ്ഥലം വൈത്തിരി പഞ്ചായത്തിൽ, വയനാട് ജില്ല വൈത്തിരി പഞ്ചായത്തിൽ കുന്നത്ത് പാലാട്ടോ, ടൗണത്തെ പാലം തന്നെ. ടൗണിനോട് ഏകദേശം അടുത്ത ഒരു പാലം തന്നെ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂൾ തുറന്ന സ്ഥിതിക്ക് രണ്ട് സൈഡിൽ കൂടി നടക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരൻ ഫോൺ ചെയ്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശ്രദ്ധിച്ചാണ് നല്ല വെള്ളം നിൽക്കുക, പുതുമഴ ആയതുകൊണ്ടേ. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്താ വെച്ചാൽ, പഞ്ചായത്ത് പണി, അതായത് തൊഴിലുറപ്പ് പണിക്കാർ ഇതിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. കാരണം സ്വകാര്യ തോട്ടങ്ങൾ നന്നാക്കണേക്കാട്ടും നല്ലത് ഈ പൊതുവായിട്ടുള്ള റോഡ് സൈഡിലൊക്കെ കാട് മൂടി നിൽക്കുക, റോഡ് സൈഡിൻ്റെ കനാലുകൾ, അതായത് കവായികളൊക്കെ അടഞ്ഞു കിടക്കുക, അതൊക്കെ തുറക്കുക. അപ്പോൾ പൊതുവായിട്ടുള്ള എന്തെങ്കിലും ജോലി കൊടുക്കുകയാണെങ്കിലേ അവർക്കിപ്പോൾ ജോലി ഇല്ലാത്ത സമയത്ത് അത് കൊടുക്കാമല്ലോ. അപ്പോൾ അതൊന്ന് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ കമൻ്റ് അറിയിക്കുക. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയേക്കുമ്പോൾ സ്വകാര്യ തോട്ടമുണ്ട്, ഇങ്ങനെ അളന്നുകൊണ്ട് ഇങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ പോയി ഇങ്ങനെ നന്നാക്കണേ. അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ കാപ്പിയും അതും ഇതും കുരുമുളകൊക്കെ വരുമാനം കിട്ടുന്നതല്ലേ. അപ്പോൾ അവർ ആ പൈസക്ക് അത് നന്നായിക്കോളും. പക്ഷെ ഇതിങ്ങനെ ഈ ടൗണിലും ഈ റോഡ് സൈഡിലും കുട്ടികൾക്കും മറ്റും നടന്നു പോകാതൊക്കെ പറ്റാത്ത രീതിയിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതൊക്കെ ഇനി കൈക്കോട്ടേറ്റ് മൊത്തം വൃത്തിയാക്കുന്ന പണി, അങ്ങനത്തെ പണികളൊക്കെ തൊഴിലുറപ്പ് പണിക്കാർക്ക് കൊടുത്താലേ, അതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഇതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ നമ്മളെ നാടൊക്കെ വളരെ ക്ലീനായിരിക്കും കേട്ടോ. ഇവിടുന്ന് അപകടം ഒഴിവാക്കാനുള്ളതും കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ളതും ആളുകൾക്ക് നടന്നു പോകാനുള്ള പിന്നെ ഫുട്പാത്ത് വരെ അവിടെ ഇല്ലാത്ത സാഹചര്യം, രണ്ട് ഭാഗം വെള്ളം നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ കൈവരിയാതെ വണ്ടി അടിച്ചിട്ട് അതിൻ്റെ കാല് മൊത്തം അടിയിൽ നിന്ന് വേറിട്ട് ഇങ്ങനെ വെറുതെ വായുവിൽ നിൽക്കുകയാണ്. അതിൽ കമ്പിയിട്ട് കെട്ടും വേണം. അപ്പോൾ അധികാരികൾ ഇതൊന്ന് വെൽഡ് ചെയ്യിപ്പിച്ചാണ്ടിട്ടോ. ഇപ്പോൾ കണ്ടോ, രണ്ട് ഭാഗം മൊത്തം വെള്ളം കെട്ടിക്കണമൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ കാടും കാര്യങ്ങളും ഉണ്ട്. അതൊക്കെ ഒന്ന് പഞ്ചായത്ത് പണിക്കാരെ വിട്ട് നന്നാക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാവും. അപ്പോൾ ഈ കൈവരി നമ്പിയാണ്ട് ആരും ഇതിമ്മ പിടിച്ച് നടക്കണ്ട. വെള്ളം കെട്ടുണ്ടെങ്കിൽ ആ സൈഡിൽ കൂടെ നടക്കുമ്പോൾ അതിമ്മ പിടിച്ച് വീഴാൻ സാധ്യതയുണ്ട്. ഞാൻ അതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കണ്ടില്ലേ, വെള്ളം പറ്റിയപ്പോൾ ഫുള്ള് മെറ്റൽ മാത്രം റോഡിലായിട്ടോ. ആ സൈഡ് മൊത്തം ക്ലിയറായി. ഈ സൈഡ് ചെറിയൊരു ഹോൾസും കൂടി ആക്കണം. പക്ഷെ അത് രണ്ടടി കനുള്ള സ്ലാബ് ആയതുകൊണ്ട് ഹോൾസ് എവിടെയെന്ന് മനസ്സിലാണില്ല. കൈക്കോട്ടുമില്ല നമ്മളിത് തൽക്കാലം കണ്ടപ്പോൾ ഒരു കമ്പി എടുത്താണ് ക്ലീൻ ചെയ്തതല്ലേ. അപ്പോൾ ഏതായാലും കുട്ടികൾക്ക് ഇനി അടുത്ത സൈഡിൽ കൂടെ എങ്കിലും നടന്നു പോകാലോ. ഒക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറഞ്ഞ പാടും മെറ്റലുകളൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട്. അതിനൊരു ചൂലോ കൈക്കോട്ടോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി മണ്ണ് അവിടെ നിന്ന് മാറ്റാണ്ട് സാധനങ്ങൾ പിന്നെ ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത മഴയ്ക്ക് ഇനി നല്ല വെള്ളം നിൽക്കുകയാണെങ്കിൽ ആ വെള്ളത്തിലൂടെ ഇങ്ങോട്ട് ഒഴുക്കി കളയാം. ഏകദേശം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനും ഒക്കെ സെറ്റായിട്ടുണ്ട്.